ഞാൻ ആദ്യം മുതലേ ലൈനിലുണ്ടായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ എല്ലാ ലീഡിങ്ങിനുമായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ഈ 25th ജൂബിലി ഇയർ ആഘോഷിക്കുന്ന നിങ്ങളുടെ ചർച്ചിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ആൻഡ് ഫാമിലി, ബ്രദർ ബോബി ആൻഡ് ഫാമിലി, ലീഡ് ചെയ്യുന്ന സിസ്റ്റർ ഡോളി, എല്ലാവരെയും കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതുപോലെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ ആദ്യമായിട്ട് അറിയിക്കട്ടെ. കർത്താവിനോട് ഞാനിപ്പോഴും കർത്താവ് നീ എന്നോട് ഒരു കൺഫർമേഷൻ പറയണേ എന്ന് സാധാരണ കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ലീഡ് ചെയ്ത് കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ച് 1-2 പേര് ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു കൺഫർമേഷൻ എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നിങ്ങൾ ബൈബിളിലുള്ളവരെല്ലാം രൂത്തിന്റെ പുസ്തകം, ന്യായാധിപന്മാർ കഴിഞ്ഞ് രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് സംസാരിക്കാനാണ് ദൈവത്തിന്റെ ആത്മാവിനെ അവിടെ ഇടപെട്ടിട്ടുള്ള ഒരു വാക്യം. രൂത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ കഴിഞ്ഞ രൂത്ത് എടുത്തോ. വായിക്കട്ടെ എന്നാ. രൂത്ത് 1-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല, മാറ എന്നെ വിളിപ്പീൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബി സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബേത്ലഹേമിലെത്തി. നമുക്കറിയാം, ഈ രൂത്തിന്റെ പുസ്തകത്തിലെ സ്റ്റോറീസ് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. നവോമി എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്ലസന്റ് എന്നാണ്. നവോമി ഹസ്ബൻഡ് എലിമെലേക്ക്, ഗോഡ് ഇസ് മൈ കിങ്. അവരുടെ മക്കൾ 2 പേര്, മഹ്ലോനിന്റെ ഭാര്യയാണ് രൂത്ത്. കിലിയോന്റെ വൈഫാണ് ഓർപ്പ. അവര് ബേത്ലഹേം, നമുക്കതും അറിയാം, ഹൗസ് ഓഫ് ബ്രെഡ്, അപ്പത്തിന്റെ ഭവനത്തിൽ നിന്ന് മോവാബിൽ പോകുന്ന ഒരു സ്റ്റോറിയാണ് രൂത്തിന്റെ പുസ്തകത്തിൽ മൊത്തം എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ വായിച്ച വാക്യത്തിൽ ഒരു പ്രത്യേക സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നവോമി പറയുന്ന ഒരു കാര്യമാണ്, എന്നെ മാറാ എന്ന് വിളിപ്പീൻ. തന്റെ ദുഃഖത്തിന്റെ ആധിക്യം കൊണ്ടാണ് നവോമി അങ്ങനെ പറയുന്നത്, എന്നെ മാറാ എന്ന് വിളിപ്പീൻ. പക്ഷെങ്കിൽ ആ അധ്യായം അവസാനിക്കുമ്പോൾ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. രൂത്തും നവോമിയും കൂടെ എപ്പോഴാ കേൾക്കാമോ? കേൾക്കാം. രൂത്തും നവോമിയും കൂടെ എപ്പോഴാണ് തിരിച്ച് ബേത്ലഹേമിലെത്തിയത്? അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബേത്ലഹേമിലെത്തുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ സിൽവർ ജൂബിലി ഒക്കെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ഇത്രയും നാളും ചർച്ചിന് 25 വർഷമായിട്ട് ദൈവം ആ ചർച്ചിനെ നടത്തുന്നല്ലോ. ദൈവത്തിന്റെ വൻകൃപയെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുക. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ബൈബിളുള്ളവരെ ഈ റെഫറൻസ് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു എന്ന മോവാബ് ദേശത്തിൽ ഒരറിവുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ചുറ്റും, നിങ്ങളുടെ ചർച്ചിന് ചുറ്റും, നമ്മുടെ കൂട്ടുകാരായിട്ട്, നമ്മളെ ഇടപെടുന്ന ആൾക്കാരുമായിട്ട് മാറായുടെ അനുഭവം പേര് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവര് നമ്മുടെ ഈ നിങ്ങൾ കൂടി വരുന്ന ആലയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് യഹോവ സന്ദർശിച്ചവരാണ് നമ്മളെന്നുള്ള ഒരു കേൾവി നിങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ചർച്ചായിട്ട് ദൈവം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മൾ കൂടി വരുന്ന ചർച്ചിലുണ്ട്, നമ്മുടെ സ്മോൾ ഗ്രൂപ്പിലുണ്ട്. അവരൊരു ദൈവം സന്ദർശിച്ച ഒരു ഗ്രൂപ്പാണ്. അവിടെ ഒരു കൊയ്ത്തുണ്ട്. നമ്മുടെ ചെറിയ ഗ്രൂപ്പിലാണെങ്കിലും, നമ്മുടെ ചർച്ചിലാണെങ്കിലും, നമ്മുടെ ജീവിതത്തിലാണെങ്കിലും, ഫാമിലിയിലാണെങ്കിലും ഒരു കൊയ്ത്ത് നടന്നാൽ അത് ചുറ്റുപാട് മറിഞ്ഞിരിക്കും. അതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കയ്പും ഈ ഭാരവും വിഷമവും. മാറാ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വിഷമവും ഭാരവും നിറഞ്ഞ നവോമിക്കും
രൂത്തിനും കൂടെ ഒരു നല്ല സ്ഥലത്ത് അവർ വന്നു ചേർന്നത് എവിടെയാണെന്നറിയാമോ? യവക്കൊയ്ത്തിന്റെ ആരംഭത്തിലാണ് അവർ വന്നു ചേർന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം, അവർ വരുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? കർത്താവെ, കാലായെങ്കിലും പെറുക്കിയാൽ എൻ്റെ ഈ കയ്പിന്റെ അനുഭവം, എൻ്റെ ഈ വേദനയുടെ അനുഭവം, എൻ്റെ ഈ വിഷമത്തിന്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറും എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ഈ 25th ഇയറിൽ ഒരു പക്ഷേ ഈ വിശ്വാസ ജീവിതത്തിൽ അതിലേറെയോ അതിൽ കുറവോ ഉള്ളവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ കൂടിവരവില്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കുവാൻ ഒരു സന്തോഷം, ഒരു ഹാർവെസ്റ്റ് നമ്മുടെ നടുവിലുണ്ടെന്ന് മറ്റുള്ളവർ അറിയുവാനായിട്ട് ഇടയായി തീരട്ടെ. എങ്ങനെയുള്ളവരാ കൂടുതൽ അത് ശ്രദ്ധിക്കണമെന്നറിയാമോ? ഭാരമുള്ളവര്, മനസ്സിൽ കയ്പും വിഷമവും സങ്കടങ്ങളും കടിച്ചമർത്തി എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇരിക്കുന്നവര്, ഞങ്ങൾ കാലായെങ്കിലും പെറുക്കുവാൻ ആ സന്തോഷത്തിൽ ഞങ്ങൾ ചെന്നാൽ അല്പമെങ്കിലും ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കും, സന്തോഷം വരുമെന്നുള്ളവര് അവിടെ വരുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഈ രൂത്തിന്റെ നവോമിയുടെ ഫാമിലി സാധാരണഗതിയില് അവര് അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമിൽ നിന്ന് മോവാബിലോട്ട് ഇറങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ ചർച്ചിലാണെങ്കിലും നമ്മുടെ ചെറിയ കൂട്ടായ്മകളിലാണെങ്കിലും ഒരു കുറവ് സംഭവിക്കുമ്പോൾ ഹൗ ഡു വി റെസ്പോണ്ട് ടു ദാറ്റ്? നമ്മുടെ പ്രതികരണം എങ്ങനെയാ? ഞാൻ അതിൽ നിന്ന് നമ്മൾ ഓടിപ്പോകുന്നവരായിട്ടാണോ തീരുന്നത്? അപ്പുറത്തെ അവിടെ ഒക്കെ നല്ലതാ, അങ്ങപ്പുറത്തെ മേച്ചൽപ്പുറങ്ങളൊക്കെ നല്ലതാ, എളുപ്പമുള്ളൊരു മാർഗമാണ്, ഞാൻ അങ്ങ് ഓടി പോയേക്കാം, ഇവിടെ നിന്നിട്ട് എനിക്ക് ശരിയാകുന്നില്ല, അപ്പുറത്തോട്ട് പോയി, ഇല്ല ഈ സ്മോൾ ഗ്രൂപ്പിൽ നിന്നിട്ട് ശരിയാകുന്നില്ല, അല്ലെ അപ്പുറത്തോട്ട് അങ്ങ് പോയേക്കാം. ദൈവം നമ്മളെ ഓരോ സ്ഥാനത്താക്കുന്നതിന് ദൈവത്തിന് ഓരോ പർപ്പസസ് ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അൺലെസ് ഗോഡ് വെരി സ്പെസിഫിക്കലി ടെൽ യു ടു ഗോ ഔട്ട് ആൻഡ് മൂവ്. ദൈവം നമ്മളൊരു ചെറിയ നമ്മുടെ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ, അതൊരു സ്മോൾ ഗ്രൂപ്പ് ആകാം, അതൊരു ഫാമിലി ആകാം, അതൊരു ചർച്ച ആകാം, എവിടെയാണെങ്കിലും ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് നിന്ന് ഒരു കുറവ് അവിടെ വരുമ്പോൾ ഒരു എളുപ്പ മാർഗമാണ് നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോകാൻ. എന്നാൽ ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയുവാൻ ആഗ്രഹിക്കുക. ഒരിടത്ത് കുറവ് സംഭവിച്ചെന്ന് കണ്ടപ്പോൾ 3 പേര്, ഏലിയാവും യോസഫും മോസസും, അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്തെന്ന് നമുക്കറിയാമോ? ഏലിയാവിന്റെ കാര്യം അറിയാം. ഏലിയാവ് ദേശത്ത് മഴ പെയ്യാതിരുന്ന ദേശത്ത് കർത്താവിനെ വിട്ട് അകന്നു എന്ന് കണ്ടപ്പോൾ തല മുട്ടിനിടയിൽ വെച്ച് ആ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. തന്റെ ജീവന് പോലും ഹാനി വരത്തക്കവണ്ണം ആഹാബ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഏലിയാവ് മുട്ടിനിടയിൽ തല വെച്ച് പ്രാർത്ഥിക്കുക. യോസഫ് എങ്ങനെയുള്ളവനാ? തന്റെ സഹോദരന്മാരുടെ അവരുടെ ആ കുറവിനെ നികത്താൻ ഒരിക്കലും അവരെ ഹെൽപ്പ് ചെയ്യുവാൻ ജോസഫിന് മനസ്സ് വരരുതാത്തതാ. എന്നാൽ പോലും അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, തന്റെ ജീവിതത്തെ ത്യാഗം ചെയ്ത് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന ഒരു ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. മോശ അതുപോലെ. ഞാന് കൊട്ടാരത്തിലെ സുഖം അനുഭവിക്കുന്നതിന് പകരം തന്റെ ജനത്തോടുകൂടെ, ദൈവത്തിന്റെ ജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു എന്നാണ് മോശ പറയുന്നത്. അപ്പോൾ ഒരിടത്തൊരു കുറവ് സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ ദൈവത്തിന്റെ ഒരു കുഞ്ഞാണോ, ദൈവത്തിന്റെ ഒരു പൈതലാണോ? ഹൗ ഡു വി റെസ്പോണ്ട്? വി റെസ്പോണ്ട് ബൈ അങ്ങനെ ഇടിവിൽ നിന്ന് ദൈവസ്ഥാനത്തിൽ ആ കാര്യത്തിന് വേണ്ടി വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ. കർത്താവെ, എങ്ങനെ, ഹൗ ക്യാൻ ഐ ബി എ ബ്ലെസ്സിങ് എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. നമ്മളൊരു ചർച്ചിൽ വരുമ്പോഴും ഒരു സ്മോൾ ഗ്രൂപ്പിൽ വരുമ്പോഴും പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന എന്തോ നമുക്ക് ചർച്ചയിൽ നിന്ന് കിട്ടുന്നു, എന്തോ സ്മോൾ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നു, എന്തോ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. വി സംടൈംസ് വാണ്ട് അപ്രീസിയേഷൻ. എല്ലാം നമ്മളെ മറ്റുള്ളവർ എൻകറേജ് ചെയ്യണം. നമുക്ക് തിരിച്ചൊന്ന് ചിന്തിക്കാൻ, ഇത്ര 25 വർഷം അല്ലെങ്കിൽ കുറച്ച് നാൾ വിശ്വാസ ജീവിതത്തിൽ വന്ന് നമുക്ക് വൈ കാൺ വി think in a different way? How can I be a blessing today in the church? How can I be a blessing in the small group? ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു സഹോദരിക്ക് എങ്ങനെ എൻ്റെ ഒരു വാക്കുകൊണ്ടാണോ, ഏത് തരത്തിലാണ് അവരുടെ മാറായുടെ അനുഭവത്തെ ഒരു സന്തോഷത്തിന്റെ അനുഭവമാക്കി ഞാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ പറ്റുമോ? ഹൗ ക്യാൻ ഐ ബി എ ബ്ലെസ്സിങ് എന്നുള്ളത് നമ്മൾ തിരിച്ച് ചിന്തിക്കാൻ ഹൈ ടൈമായി. കാരണം നമ്മൾ ഓരോ ദിവസവും അനുസരിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കും തോറും നമ്മൾ വളരേണ്ടത് ആവശ്യമാണ്. കൊച്ചു പിള്ളേരെ എപ്പോഴും എനിക്ക് തരണം 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 എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വളരും തോറും നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു അനുഭവത്തിലേക്ക് വളരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അല്ലാതെ ഒരു ചെറിയൊരു കുറവ് കാണുമ്പോൾ ഓടിപ്പോവുകയോ മാറി നിൽക്കുകയോ എളുപ്പമുള്ള കാര്യങ്ങളിൽ നോക്കി പോവുകയോ ഒരിക്കലും ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ. ഡോക്ടർ സ്റ്റാൻലി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. There are many organizers but few organizers.
എപ്പോഴും ഓർക്കണം, ആഗനൈസിങ് ഈസ് ഡൺ ഇൻ പ്രൈവറ്റ്. ഇന്ന് പ്രെയർ ലൈനിൽ വന്നിരിക്കുന്ന നിങ്ങളെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുക. കാരണം എന്താണെന്നറിയാമോ, നിങ്ങളെ ഓർഗനൈസ് ചെയ്ത് കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുക. പലപ്പോഴും ഇടിവിൽ നിൽക്കുന്നവരെയോ ദൈവസന്നിധിയിൽ ത്യാഗം അനുഭവിച്ച് പ്രാർത്ഥിക്കുന്നവരെയോ ലോകം കാണത്തില്ല. നമ്മളത് എക്സ്പെക്ട് ചെയ്യരുത്. ദൈവം അത് ഒരു സോൾട്ടിന്റെ കാര്യം പറഞ്ഞതുപോലെ, സോൾട്ട് കാണത്തില്ലല്ലോ, നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് ഒരു സോൾട്ട് നമ്മൾ മുകളിൽ കാണാറില്ല. പക്ഷേ ഇറ്റ് വിൽ ബി ടേസ്റ്റഡ്. ദൈവസന്നിധിയിൽ നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഒരു ഉപ്പിനെ പോലെ ചില സമയത്ത് മറഞ്ഞിരുന്നാലും ഒരു ഉപ്പിനെ പോലെ നമ്മളെ ദൈവസ്ഥാനത്തിൽ പ്രൈവറ്റ് ആയിട്ട് ഇരുന്നാലും ഒരു പക്ഷേ ദൈവം അതായിരിക്കാം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് ഓക്കെ. ദൈവം അതിലെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കർത്താവിന് ഒരു തെറ്റും നമ്മളെ കുറിച്ച് അങ്ങനെ ഉണ്ടാകാൻ ഒരിക്കലും ഒരു തെറ്റും ഉണ്ടാകത്തില്ല. ഞാൻ പെട്ടെന്ന് അതിന്റെ വാക്കുകളെ മുൻപോട്ട് കൊണ്ടുപോകട്ടെ. നവോമി ദൈവം സർവശക്തനാണെന്ന് തിരിച്ചറിയുന്നു. തന്റെ മരുമകളുമായിട്ട് യാത്ര തിരിച്ച് മുമ്പോട്ട് വരുന്ന ഒരു ഭാഗമാണല്ലോ അടുത്ത ഭാഗങ്ങളിൽ കാണുന്നത്. ഞാൻ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ബേത്ലഹേമിന്റെയും മോവാബിന്റെയും അവിടുത്തെ വാട്ട് ഇസ് ദ കൾച്ചർ ഓഫ് ബേത്ലഹേം, വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ, വാട്ട് ഇസ് ദ ലാംഗ്വേജ്. ബേത്ലഹേമിലെ ലാംഗ്വേജ് എന്തുവാ, ബേത്ലഹേമിലെ പ്രിൻസിപ്പിൾസ് എന്തുവാ, അവിടുത്തെ കൾച്ചർ എന്തുവാ, മോവാബിൻ്റെത് എന്തുവാ എന്ന് പെട്ടെന്ന് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. സിസ്റ്റർ ഡോളി പറഞ്ഞതുപോലെ നിങ്ങൾ അന്യോന്യം ബ്ലസ് ചെയ്യുന്നവരായിരിക്കണമെന്ന് പറഞ്ഞ മോവാബിലോട്ട് നോക്കി അവിടുത്തെ ലാംഗ്വേജ് നോക്കണം. 2-ാം അധ്യായം 4-ാം വാക്യം, വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, വായിച്ചു കൊള്ളണം. 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ബോസ് ഇങ്ങോട്ട് വരുന്ന ഉടനെ ഹീസ് എ ബോസ്. പക്ഷെ ആദ്യം പറയുന്നത് യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ വർക്കേഴ്സ് എല്ലാം കൂടെ പറയുക യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കേട്ടോ, അവിടുത്തെ ആ ബേത്ലഹേമിൽ ദ ലാംഗ്വേജ് ഓഫ് ബേത്ലഹേം ഇസ് സോ ഡിഫറെന്റ്. ഒരു ബ്ലസ്സിങ്ങിന്റെ ലാംഗ്വേജ് അവിടെ മറ്റുള്ളതൊന്നല്ല. ഇറ്റ് ഇസ് എ ബ്ലസ്സിങ് വിച്ച് ഇസ് യു വിൽ ഫീൽ ഇറ്റ്. അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്ന് ഫീൽ ചെയ്തേ. പിന്നെ ബോസ് പറയുന്നത് എന്താണെന്നറിയാമോ, 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അത് അവിടുത്തെ ഒരു പ്രിൻസിപ്പിളാ. ഡോണ്ട് ഡിസ്റ്റർബ് ദ ഫോറിനർ, ഡോണ്ട് ഡിസ്റ്റർബ് ദ വിഡോ. സമൂഹത്തിൽ ആശ്രയിച്ചു വന്നിരിക്കുന്നവരെ ഡു നോട്ട് ഡിസ്റ്റർബ് ദം എന്ന് വെച്ചാൽ അവിടുത്തെ ആ കൾച്ചർ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് എ കെയറിങ്, ഇറ്റ്സ് എ കെയറിങ് കൾച്ചർ, ഷെയറിങ് കൾച്ചർ, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കൾച്ചറില്ല. സമൂഹത്തിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും നമ്മുടെ സ്മോൾ ഗ്രൂപ്പിലാണെങ്കിലും വേറെവർ ഇറ്റ് ഈസ്, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് കൈപ്പോടെയും ഭാരത്തോടെയും വിഷമത്തോടെയും ആയിരിക്കുന്നവർക്ക് നമ്മളൊരു ഷെയർ ചെയ്യുന്നവരായിരിക്കും. നമ്മളവരെ കെയർ ചെയ്യുവാൻ, നമ്മളവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, അവരെ പ്രാർത്ഥിക്കുവാൻ ദൈവം അങ്ങനൊരു കൾച്ചർ നമുക്ക് തരട്ടെ. അത് കഴിഞ്ഞിട്ട് അതിന്റെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്ന് ഒത്തോണേ, ഒരു ഉത്സവ പ്രതീതിയാ. യവക്കൊയ്ത്തിന്റെ സമയം എല്ലാരും കൂടെ ബോവസും തന്റെ വർക്കേഴ്സും എല്ലാരും കൂടി ഭക്ഷണത്തിലിരിക്കുന്ന ഒരു കാര്യം അവിടെ കാണുന്നുണ്ട്. ബോവസ് റൂത്തിനോട് പറയുന്നു, നീ ഇങ്ങോട്ട് കടന്നു വാ, നീയും ബ്രെഡ് എടുത്തോ. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യു ടേക്ക് ദ ബ്രെഡ്, ഡിപ്പ് ഇറ്റ് ഇൻ ദ വൈൻ വിനിഗർ. നീ ഒരു കണക്ക് പറഞ്ഞാൽ നമ്മുടെ ചോറും കറിയും പോലെ, നീ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വിളമ്പിക്കോ, ഈ ചോറെടുത്തോ, ഈ ഇറച്ചിക്കറി കൂട്ടി കഴിച്ചോ എന്ന് പറയുന്നത് പോലെ ആ വർക്കേഴ്സും ബോസും എല്ലാം കൂടെ ഒരുമിച്ചിരുന്നൊരു സന്തോഷം, ഒരു ഉത്സവ പ്രതീതിയാ. അവിടുത്തെ വാസനയോ അവിടുത്തെ സ്മെൽ, അത് പറഞ്ഞിരിക്കുന്ന നല്ല മലരിന്റെ, നമുക്കറിയത്തില്ല ഒരു പോപ്കോൺ ഉണ്ടാക്കിയാൽ ആ മുറി മുഴുവൻ അറിയാന്ന് പറഞ്ഞ പോലെ ബേത്ലഹേമിലെ വാസനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ദാറ്റ് ഇസ് ദ സ്മെൽ ഓഫ് എ റോസ്റ്റഡ് ഗ്രെയിൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെയും ഓരോ ബേത്ലഹേമിൽ ആക്കിയിരിക്കുമ്പോൾ ക്ഷീണിച്ചും ഭാരപ്പെട്ടും വരുന്നവർക്ക് വാട്ട് ഈസ് ദ കൾച്ചർ വി ആർ ഏബിൾ ടു, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കൾച്ചർ എന്തോ, വാട്ട് ഈസ് അവർ ലാംഗ്വേജ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, നമ്മുടെ അകത്തുള്ളതേ പുറത്തു വരാൻ സാധ്യതയുള്ളൂ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. ഇനി ഇച്ചിരൂടെ ഇങ്ങോട്ട് വന്നാലോ, ബോസ് ഇരുപത്തിനോട് പറയുന്ന ഒരു വാക്യമുണ്ട്, 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണെന്ന് തോന്നുന്നു. 17-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, ഡോണ്ട് ഗോ എംപ്റ്റി ഹാൻഡഡ്. അമ്മായിയമ്മയുടെ അടുത്ത് നീ വെറും കൈയായി പോകരുത്. ഒരു നല്ല ബേത്ലഹേമിൽ വരുന്ന ഒരു ബേത്ലഹേമിലോട്ട് വരുന്ന ആരെയും ദൈവം എംപ്റ്റി ഹാൻഡഡ് ആയിട്ട് വിടത്തില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. ലെഫ്റ്റ് ഓവറുമായിട്ട് തിന്നു തൃപ്തിയായി ലെഫ്റ്റ് ഓവറും എടുത്തുകൊണ്ട് അമ്മാവിമ്മയ്ക്ക് പോകുന്ന റൂത്തിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ആ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഓർക്കട്ടെ. ചിലപ്പം ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് ലെഫ്റ്റ് ഓവർ തരുമ്പം നമുക്കുണ്ടല്ലോ, നമ്മുടെ ലെഫ്റ്റ് ഓവർ എല്ലാം ഫ്രിഡ്ജിലും ഫ്രീസറിലും മാത്രം സൂക്ഷിക്കാതെ
വീട്ടിൽ ചില അമ്മായിമ്മ പട്ടിണി കിടക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ അമ്മായിമ്മ ആയിരിക്കണം എന്ന് ലിറ്ററലി നിർബന്ധമില്ല. whoever is in need അവർക്ക് വേണ്ടിയുടെ ഷെയർ ചെയ്യാനായിട്ടാണ് ലെഫ്റ്റ് ഓവർ വരത്തക്കോണം ചിലപ്പോൾ നമുക്ക് ദൈവം തരുന്നെന്നുള്ള ഒരു കാര്യം ഞാൻ ഈ കൂട്ടത്തിൽ ഓർപ്പിക്കുക. സോ നമുക്ക് ലെഫ്റ്റ് ഓവർ വരുമ്പോൾ എല്ലാം അത് സൂക്ഷിക്കുന്നവരായിട്ട് മാത്രം തീരാതെ ഇറ്റ് ഈസ് ഓൾസോ ടു ഷെയർ വിത്ത് ദി അതർ പീപ്പിൾ. അത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ ഓർപ്പിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, മേ യു ഫൈൻഡ് റെസ്റ്റ്, മേ യു ഫൈൻഡ് ഫേവർ, റെസ്റ്റ്, ഫേവർ. അതാണ് ബേത്ലഹേമിന്റെ കൾച്ചർ. ഇനി മോവാബിനെ പെട്ടെന്ന് ഞാൻ സമയം പോകുന്നത് കൊണ്ട് മോവാബിന്റെ 1-2 കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. വാട്ട് ഈസ് ദ കൾച്ചർ ഓഫ് മോവാബ്? മോവാബിലോട്ട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിലെ കഥകൾ അറിയാവുന്നതെന്ന് ഞാൻ പറയുന്നില്ല. കിങ് മോവാബ് എന്തോ പറയുന്നേ, ഇസ്രായേൽ നിരകളെല്ലാം നിൽക്കുന്ന കണ്ടില്ലയോ, ബാലാം വിളിച്ചു ബിലിയാമിനെ വിളിച്ചു, നിനക്ക് അവരെ ഒന്ന് കേഴ്സ് ചെയ്യാമോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ലാംഗ്വേജ് ഓഫ് മോവാബ് ഇസ് ദി ലാംഗ്വേജ് ഓഫ് കേഴ്സ്. മറ്റിടത്ത് അനുഗ്രഹമാകുമ്പോൾ ഇവിടെ എന്തോന്നറിയാമോ, കേഴ്സ് ലാംഗ്വേജ് ഇറ്റ്സെൽഫ് ഇസ് ഡിഫറെന്റ്. ഇനി അവിടുത്തെ വാസന എന്നാന്നറിയാമോ? നവോമിയോട് ചോദിക്കണം. നമുക്കറിയാമല്ലോ, പണ്ട് നാട്ടിലൊക്കെ നടന്നു പോകുമ്പോൾ സാമ്പ്രാണിത്തിരിയുടെ മണമുണ്ടല്ലോ. മരിച്ച വീട്ടിൽ സാമ്പ്രാണിത്തിരി വെക്കും. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തിട്ടുണ്ട്, സാമ്പ്രാണി വെച്ച മരണത്തിന്റെ മണമാണ് എന്ന് പറഞ്ഞതുപോലെ നവോമിയോട് ചോദിക്കണം, നല്ല യൗവനക്കാരായിട്ടുള്ള 2 കുഞ്ഞുങ്ങളെ, സ്വന്തം ഭർത്താവ്, വാട്ട് ഈസ് ദ സ്മെൽ വിച്ച് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് മോവാബ്? മോവാബിലെ സ്മെൽ എന്തുവെന്നറിയാമോ? മരണത്തിന്റെ വാസനയാണ്. നമ്മൾ ഓർത്തോണം, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് ഒരു കാരണവശാലും അപ്പുറത്ത് നല്ലതായി ഇപ്പുറത്ത് നല്ലതായി ഓർത്ത് ദൈവ സാന്നിധ്യം വിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പിന്മാറി പോകുവാൻ ഇടയായി തീരാതിരിക്കട്ടെ. ഒരു പക്ഷെങ്കിൽ നമുക്ക് കുറവ് വന്നെന്നിരിക്കാം, നമുക്ക് ക്ഷീണം വന്നെന്നിരിക്കാം, നമുക്ക് ആരോഗ്യത്തിന് കുറവ് വന്നെന്നിരിക്കാം, ചിലപ്പോൾ നമ്മൾ വാക്കുകളിൽ ഇടറിപ്പോയെന്നിരിക്കാം. ഒക്കെ ശരിയാണെങ്കിലും യു സ്റ്റിക്ക് ഓൺ ടു ബേത്ലഹേം. കാരണം മറ്റിടത്തെ ഇവിടെ ഫാമിൻ ഫുഡായിരുന്നു, ഇവിടെ ക്ഷാമമായിരുന്നെന്നും പറഞ്ഞില്ലേ ഒരു മോവാബിലോട്ട് ഇറങ്ങിപ്പോയെ. ദ ഫാമിൻ ഫുഡ് ഓഫ് ബേത്ലഹേം ബ്രോട്ട് ഔട്ട് നല്ല ബേത്ലഹേമിലെ ഫാമിൻ ഫുഡ് കഴിച്ച് ബോവസ് വാസ് സോ ഹെൽത്തി ആൻഡ് റിച്ച്. ഹി ബിക്കേം റിച്ച് ആൻഡ് ഹെൽത്തി. അല്പമേ ഉള്ളെങ്കിലും കർത്താവിനോടുകൂടെയുള്ള അല്പം മതി ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ. അത് നമ്മളെ റിച്ച് ആക്കും, അത് നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നതാ. മറ്റിടത്തതോ നല്ല റിച്ച് ഫുഡായിരുന്നു മോവാബിലെ, പക്ഷെങ്കിൽ റിച്ച് ഫുഡ് വാസ് വിത്ത് പോയ്സൺ. ഐ ഫീൽ കാര്യം എന്നറിയാമോ? മരണം 1, 2, 3 നവോമിയുടെ മടിയിലോട്ട് വന്നു കയറുകയെല്ലാം മരണമാ. തന്നെയല്ല, ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്, അത് ബൈബിളിൽ എഴുതിയിട്ടില്ല, അതിന്റെ ഒരു ഭാവനയാ. രൂത്തും ഓർപ്പായും ഒക്കെ മഹ്ലോനും കില്യോനും കല്യാണം കഴിച്ചു. അവർക്കൊരു സന്തതികളില്ലായിരുന്നു. പെട്ടെന്ന് കല്യാണം കഴിച്ച് ഉടനെ അങ്ങ് മരിച്ചു പോയോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി, മോവാബ് വിൽ നോട്ട് ഗിവ് യു എ നെക്സ്റ്റ് ജനറേഷൻ. മോവാബ് വിൽ നോട്ട് ഗിവ് യു ഫ്രൂട്ട്ഫുൾനെസ്. അതുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായ നമ്മളെ ഈ 25th ആനിവേഴ്സറി നിങ്ങൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ദൈവ സാന്നിധ്യം വിട്ട് ദൈവത്തിന്റെ പ്രസൻസ് വിട്ട് മോവാബിലോട്ട് നമ്മളെ ഒരിക്കലും ഇറങ്ങിപ്പോകുവാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിന് സഹായിക്കട്ടെ. ഞാൻ 1-2 കാര്യം കൊണ്ട് പെട്ടെന്ന് പറയാൻ ഓർപ്പിക്കുന്നു. പിന്നെ റൂത്തും നവോമിയും they were different in every aspect. പ്രായത്തിൽ വ്യത്യാസം, കൾച്ചറിൽ വ്യത്യാസം, ലാംഗ്വേജിൽ വ്യത്യാസം, എല്ലാത്തിലും വ്യത്യാസമായിരുന്നെങ്കിലും ഒരു കാര്യം, the one thing which was common was that they had the God of Bethlehem in both of their hearts. അതുകൊണ്ട് അവർക്ക് ഒരുമിച്ച് നടക്കാൻ പാടില്ലായിരുന്നു, ബുദ്ധിമുട്ടില്ലായിരുന്നു ഒരുമിച്ച് നടക്കുവാൻ. എപ്പോഴും ഓർത്തോണം, നമ്മളെ റൂത്ത് ഗോഡ് ഓഫ് ബേത്ലഹേം, ഗോഡ് ഓഫ് ഇസ്രായേലിനെ കിട്ടിയത് നവോമിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. കറക്ഷൻസ് ആണെങ്കിലും എല്ലാം സ്നേഹത്തിന്റെ ആത്മാവിൽ ഒരു യങ്ങർ ജനറേഷനെ നേടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. മേ ബി റൂത്ത് മോവാബിന് മേടിച്ച ഡ്രസ്സായിരിക്കും ഇട്ടിരിക്കുന്നത്, മോവാബില് ഹാൻഡ് ബാഗ് ആയിരിക്കും റൂത്തിന്റെ ഇരിക്കുന്നത്. പക്ഷെങ്കിൽ വൺ തിങ് ബോവസ് സോ ഇൻ ദ ഹാർട്ട് ഓഫ് റൂത്ത് വാസ്, ഒരു കാര്യം ഓർത്തോണം, ഇസ്രായേലിന്റെ ദൈവത്തെ റൂത്തിന്റെ അകത്ത് കണ്ടു ബോവസ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും എക്സ്റ്റേണൽ അപ്പിയറൻസസ് മാത്രം
വെച്ച് നമ്മൾ ആ മനുഷ്യരെ ജഡ്ജ് ചെയ്യാൻ ഒരിക്കലും ഇടയായി തീരരുത്. അവരുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ടോ? നമ്മുടെ കണ്ണുകള് അവരുടെ അകത്തുള്ളത് എന്താണ്? നമ്മൾ പെട്ടെന്ന് മലയാളികൾ വി ആർ വെരി ഫാസ്റ്റിംഗ് ക്വിക്ക് ഇൻ ജഡ്ജിങ് അതർ പീപ്പിൾ. അവരുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവുണ്ടോ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് രൂത്തിനും നവോമിക്ക് ഒരുമിച്ച് നടക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് സത്യത്തിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ യങ്ങർ ജനറേഷന് വെരി ഹാർഡ് ടു കോപ്പ് അപ്പ് വിത്ത് ടാസ്ക്. അതിൻ്റെ അകത്തുനിന്ന് ഒരു പോർഷൻ ഓഫ് മിസ്റ്റേക്ക് നമ്മുടെയിലും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ നമുക്ക് സത്യത്തിൽ ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ വി നീഡ് ദ എന്തൂസിയാസം ഓഫ് ദ യങ്ങർ പീപ്പിൾ ആൻഡ് വി നീഡ് ദ കൗൺസിൽ ഓഫ് ദി ഓൾഡർ പീപ്പിൾ. അങ്ങനെയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് കുറഞ്ഞു പോകാതിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയുവാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. ബേത്ലഹേമിലെ ബ്ലെസ്സിംഗ് വിൽ ഓൺലി ബി ഇൻ ബേത്ലഹേം. അത് മറന്നു പോകരുത്. ബേത്ലഹേം ഇസ് ദ സിറ്റി ഓഫ് ഡേവിഡ്. അവിടെ നിന്നാണ് ഏറ്റവും വൈസസ്റ്റ് ആയിട്ടുള്ള കിങ് വന്നത്. അവിടെ നിന്നാണ് നമ്മുടെ കർത്താവും വരുന്നത്. ഇനിയും ബേത്ലഹേമിലെ ഒരു പ്രത്യേകത, ഇനി സമയം അധികമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. ബേത്ലഹേമിന്റെ ഒരു പ്രത്യേകത, സ്വർഗീയ ഏറ്റവും ബെസ്റ്റ് കൊയർ പാടിയ പ്ലേസ് ആണ് ബേത്ലഹേം. സ്വർഗീയദൂതന്മാരുടെ പാട്ടെന്തോ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ബേത്ലഹേമിലെ ആ ബ്ലെസ്സിങ് ഇറ്റ് വിൽ നോട്ട് കം ഫ്രം മോവാബ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ബെസ്റ്റ് കൊയർ പാടുന്നത് ബേത്ലഹേമിന് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ബേത്ലഹേം വിട്ട് ഒരിക്കലും നമ്മൾ മോവാബിലോട്ട് ഇറങ്ങിപ്പോകുവാൻ ഇടവരാതിരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അതുപോലെ നമ്മുടെ ഡിസിഷൻസ് ഇറ്റ് മാറ്റേഴ്സ്. ജോബ് പറഞ്ഞു, അവനെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും. എല്ലാം ജീവിതത്തിൽ ബേത്ലഹേമിൽ ക്ഷാമം വന്നെന്നിരിക്കാം. യോബിന്റെ ശരീരം അഴിഞ്ഞു പോകുന്നത് പോലെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ജോബിന്റെ ഡിസിഷൻ നമ്മളെ ചലഞ്ച് ചെയ്യുക. എന്താണെന്നറിയാമോ? അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങളോ വിഷമങ്ങളോ ക്ഷീണിച്ചോ ഇരിക്കുകയെന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുക. യുവർ ഡിസിഷൻ മാറ്റേഴ്സ്. രൂത്തിന്റെ ഡിസിഷൻ മാറ്റർ ചെയ്തു, നവോമിയുടെ ഡിസിഷൻസ് മാറ്റർ ചെയ്തു. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ഈ താഴത്തെ പുസ്തകത്തിലോട്ട് ഇങ്ങോട്ട് വരുന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്താണെന്നറിയാമോ? 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നവോമിക്കൊരു മകൻ ജനിച്ചു എന്നായിരിക്കുന്നത്. സത്യത്തിൽ രൂത്തിന് മകൻ ഉണ്ടായത്. പക്ഷെങ്കിൽ അയൽവക്കക്കാരെല്ലാം കൂടെ ചേർന്ന് നിന്ന് പറയുന്നു, നവോമിക്കൊരു മകൻ ജനിച്ചു. ഇന്ന് ആരാണ്ട് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പറഞ്ഞു സ്പിരിച്വൽ ബേബീസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. നവോമി അഡോപ്റ്റഡ് ദാറ്റ് സ്പിരിച്വൽ ബേബി ബിക്കോസ് അവരുടെ ഡിസിഷൻ വാസ് സോ സ്ട്രോങ് ടു കം ബാക്ക് ടു ബേത്ലഹേം. കർത്താവിനെ തിരിച്ചു പ്രാപിക്കാനായിട്ട് കടന്നു വന്ന നവോമിയുടെ മടിയില് അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. നവോമി ഒരിക്കലും വിചാരിച്ചില്ല ഒരു പുതിയ ന്യൂ ലൈഫിനെ കണ്ടേച്ച് മരിക്കാനൊക്കെ. നവോമി ഹാഡ് നോ ഐഡിയ. ബട്ട് ഗോഡ്സ് വേസ് ആർ മച്ച് ഹയർ ദാൻ അവർ വേസ് എന്നുള്ളത് മറന്നു പോകരുത്. നവോമിക്ക് മകനെ കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞെങ്കിൽ എന്നെയും കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, വി നീഡ് സ്പിരിച്വൽ ബേബീസ് ഇൻ ദ ചർച്ച്. കർത്താവെ, വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വേറൊരാളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ ഒന്ന് എൻകറേജ് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇടപെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുക. ഏറ്റവും വലിയ ഡിസിഷൻ എടുത്തത് എൻ്റെ കർത്താവാണ്. ആ ക്രൂശെ കിടന്നുകൊണ്ട് പലരും പ്രാർത്ഥിച്ചപ്പം പറഞ്ഞല്ലോ, ആ ക്രൂശയിൽ കിടന്നുകൊണ്ട് കർത്താവ് ഹീസ് ഡിസിഷൻ മാറ്റർ ഫോർ യു ആൻഡ് ഫോർ മീ ടുഡേ. കർത്താവ് പറഞ്ഞു, ക്രൂശിൽ നിന്ന് ഇറങ്ങുക, നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങുക, എന്നെ രക്ഷിക്കുക, നീ നിങ്ങളെ തന്നെ രക്ഷിക്കുക. കർത്താവ് ആ ക്രൂശ് മുഴുവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഓർത്തിരിക്കണം. ആ ക്രൂശ് മുഴുവൻ നമ്മളെ കണ്ടു, ദൂരെ നിന്ന് നമ്മളെ കണ്ടു. സോ വി മേ ഹാവ് എ സഫറിങ് ഫോർ എ ഷോർട്ട് ടൈം. എന്നാൽ ദൂരെ നിന്ന് നമ്മളെ കണ്ടതുകൊണ്ട് കർത്താവ് ആ ക്രൂശ് മുഴുവൻ സഹിച്ചു. ആ ക്രൂശിലെ പങ്കപ്പാട് മുഴുവൻ കർത്താവ് നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കർത്താവ് പങ്കപ്പാട് സഹിച്ചു. നമ്മളെ എന്തിനാണെന്നറിയാമോ? കർത്താവ് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നില്ല, നമുക്ക് ഓരോരുത്തർക്കും നിത്യജീവനെ തരുവാൻ. അവർ ഡിസിഷൻസ് മാറ്റേഴ്സ്. എഗെയിൻ ഞാൻ ആ കാര്യം ഓർപ്പിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുക.
യെശയ്യാവിന്റെ പുസ്തകത്തിൽ 60-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഉപ്പ് പോലെ ചില സമയത്ത് നമ്മളെ ദൈവം ആക്കും ഒത്തിരി പേരറിയാൻ. അങ്ങനെ ആണെങ്കിൽ ദൈവം അങ്ങനെ നമ്മളെ വിളിച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കട്ടെ. എന്നാൽ യെശയ്യാവ് 60-ന്റെ 1-ാം അധ്യായത്തിൽ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അവിടെ കൊണ്ട് നിർത്തരുത് നമ്മളാ വായിച്ച്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ തേജസ്സും എനിക്കും നിങ്ങളുടെയും മുകളിൽ ദൈവം ഉദിപ്പിച്ച് തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ ആ വെളിച്ചത്തിന്റെ കീഴിൽ സന്തോഷിച്ചു മാത്രം ഇരിക്കാനായിട്ടല്ല. ആരോ പറഞ്ഞതുപോലെ ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് സ്പ്രെഡ് ദാറ്റ് ഗുഡ് ന്യൂസ് ടു ദി അതർ പീപ്പിൾ. നമ്മളെ എന്തിനാ വിളിച്ചിരിക്കുന്നത് അറിയാമോ? യെശയ്യാവ് 60-ന് നിങ്ങൾ സമയം കിട്ടുമ്പോൾ അത് വായിക്കണം. 3-ാം വാക്യത്തില്, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എന്നെ നിങ്ങളെ വെളിച്ചങ്ങളായി കണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ജാതികൾ നമ്മുടെ മേൽ ദൈവം പ്രകാശിക്കുന്നതിനൊരു പർപ്പസ് ഉണ്ട്. ജാതികൾ നമ്മുടെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നമ്മുടെ ഉദയശോഭയിലേക്കും വരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ മേൽ പ്രകാശിക്കുന്നത്. അത് നമ്മൾ മറന്നു പോകാതിരിക്കട്ടെ. സോ അവർ ഡിസിഷൻസ് മാറ്റേഴ്സ്. നമ്മുടെ മടങ്ങി വരവ് ദൈവസന്നിധിയിൽ നമ്മൾ ആയിത്തീരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. യങ്ങർ ജനറേഷൻ എൻകറേജ് ചെയ്യേണ്ടത്. ഇത്രയെല്ലാം കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചല്ലോ. പെട്ടെന്ന് ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവം നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്ന സ്ഥാനം വിട്ട് മാറുന്നത്. സ്മോൾ ഗ്രൂപ്പ്, can be a church, it can be a family. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചെറിയ റെസ്പോൺസിബിലിറ്റി ചിലപ്പോൾ ആരും കാണത്തില്ലായിരിക്കും. ഒരു എൻകറേജിങ് വേഴ്സുമായി രൂത്തിന്റെ പുസ്തകത്തിലുണ്ട്. അത് നിങ്ങൾ പിന്നെ വായിച്ചു നോക്കണം. എന്നാണെന്നറിയാമോ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ വിശുദ്ധരെന്നൊക്കെ നമ്മൾ പാടുമ്പോൾ നമ്മൾ വിചാരിക്കും, കർത്താവെ പ്രാർത്ഥിക്കുന്ന എന്നെ കാണാൻ ആരുമില്ലയോ? ഉപ്പ് പോലെ ഇരിക്കുന്ന ഞാൻ എന്തെല്ലാം ചർച്ചയിൽ ചെയ്യുന്നു, എന്തെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു, എന്നെ കാണാനും അറിയാനും ആരുമില്ലയോ എന്ന് ചിന്തിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനൊരു വാഗ്ദത്തം തരാനുണ്ട്. എന്തുവെന്നറിയാമോ? 4-ാം അധ്യായത്തിന്റെ അതിന്റെ 11-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്തിൽ എഴുതി കേട്ടോണം. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആകട്ടെ, അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റേച്ചൽ ആട്ടിടയത്തിമാരായിരുന്ന ആ റേച്ചലിനെ കുറിച്ചും ലേയെ കുറിച്ചും എഴുതി വെക്കാൻ മറന്നുപോയില്ല. അതുകൊണ്ട് ഉപ്പുപോലിരിക്കുന്ന ചില ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരിക്കലും മറന്നിട്ടില്ല. ദൈവത്തിന്റെ റെക്കോർഡിന്റെ അകത്ത് അതുണ്ട് എന്ന് എൻകറേജ് ചെയ്ത് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ. വരും ദിവസങ്ങളിൽ നമ്മൾ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു അനുഭവം എന്തെല്ലാം ജീവിതത്തിൽ വരട്ടെ. നമ്മളെ വിളിച്ചതാരാണെന്നുള്ളൊരു വലിയ ഉറപ്പ്, നമുക്ക് വേണ്ടി ജീവൻ ആ കാൽവരി ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാതെ അവിടെ മരണമേറ്റതാരാണെന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ, ഒരു ചെറിയ വാക്കാരിലും നമ്മളെ പറഞ്ഞില്ലെങ്കിൽ, ഒരു എൻകറേജ്മെന്റ് നമുക്ക് തന്നില്ലെങ്കിൽ, നമ്മളെ ക്ഷീണിച്ച് മോവാബിൽ ഇറങ്ങിപ്പോകുവാൻ ഒരു കാലത്ത് നമുക്കും നമ്മുടെ തലമുറകൾക്കും ദൈവം ഇടയാക്കാതിരിക്കട്ടെ. ആൻഡ് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു പാസ് ഓൺ ദിസ് മെസ്സേജ് ടു അവർ യങ്ങർ ജനറേഷൻ. അത് അവരിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വളർത്തിയെടുക്കുവാനും ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. തന്ന സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഷോർട്ട് മെസ്സേജിൽ നിന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ.